ഓട്ടോസ്റ്റാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോർമൽ ചെയ്യുന്ന വീഡിയോനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്യാൻ താല്പര്യമുള്ള മറ്റൊരു വെഹിക്കിളായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്, അംബാസഡർ. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു അംബാസഡർ. നമ്മൾ ഇവിടുന്ന് ഫുൾ റീസ്റ്റോർ ചെയ്ത് ജർമ്മനിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു, കസ്റ്റമർ ഡിമാൻഡ് വെച്ചിട്ട്. ഇത് എക്സ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, ബട്ട് അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഒരു എന്താ പറയുക, പുതിയൊരു രീതിയിൽ കസ്റ്റം ചെയ്യുന്നതാണ്. ഇറ്റ്സ് ആക്ച്വലി എ കണ്ടംപററി ഡിസൈൻ. ഒരു വിൻറ്റേജ് പ്ലസ് മോഡേൺ കുറച്ച് എലമെൻറ്റ്സ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ഒരു വിൻറ്റേജ് റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ 100% ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ചെയ്യാനായിരിക്കും. പക്ഷേ ചെറിയൊരു അല്ലെങ്കിൽ എന്നെ പോലത്തുള്ള കുറച്ച് ആൾക്കാർക്ക് കുറച്ചും കൂടി ഒന്ന് മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ എലമെൻറ്റ്സ് എല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കണ്ടംപററി ഡിസൈൻ തന്നെയായിരിക്കും താല്പര്യം. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട് സീറ്റ് വെൻറ്റിലേഷൻ അതിപ്പോൾ അംബാസഡറിൽ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ കസ്റ്റമറിനും അത് തന്നെയായിരുന്നു റിക്വയർമെൻറ്റ്. ആളൊരു ഫേമസ് സീനിയർ സിറ്റിസനാണ്, ആൾ ഫേമസ് ആണ്, പക്ഷേ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല. ആളുടെ റിക്വയർമെൻറ്റ് അത് തന്നെയായിരുന്നു. ആൾ കുറച്ച് നാൾ കൊണ്ടുവരുന്ന ഈ വണ്ടിനോട് അറ്റാച്ച്മെൻറ്റ് വന്നിട്ട് ആൾക്ക് ഇത് തന്നെ റീസ്റ്റോർ ചെയ്തെടുക്കണം. മറ്റ് ബ്രാൻഡുകൾ പലതും പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഓൾഡ് കണ്ടീഷനിലുള്ള വണ്ടികളിൽ നമ്മൾ സ്റ്റോക്ക് ആ ഒരു ഇയറിലുള്ള വണ്ടികൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ചുറ്റും കാണാൻ പറ്റില്ല. അപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഉണ്ടെങ്കിൽ ആൾക്ക് ഡ്രൈവ് ചെയ്യാനും റിവേഴ്സ് എടുക്കാനൊക്കെ പറ്റുള്ളായിരിക്കാം. അപ്പോൾ ആൾക്ക് 360 വേണം, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ അലോയ്സ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്നതാണ് അലോയ്സൊക്കെ. പണ്ട് വിൻറ്റേജ് സെഗ്മെൻറ്റിലൊന്നും അലോയ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ട്രൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. PCD കൺവേർട്ടർ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇൻട്രോ ലാഗ് ചെയ്യിക്കുന്നില്ല, ഡയറക്റ്റ്ലി വണ്ടിയിലോട്ട് പോകാം. എക്സ്റ്റീരിയറിൽ മെയിൻലി നമുക്ക് ഫീൽ ചെയ്യുന്ന മേജർ ചേഞ്ചാണ് അലോയ്സ്. അപ്പോൾ ഇതിനകത്തുള്ളത് ഐവീൽസ് റേസിങ്ങിൻ്റെ അലോയ്സ് ഉള്ളത്, പക്ഷേ ഇത് ഡയറക്റ്റ്ലി അംബാസഡറിന് ഫിറ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ PCD കൺവേർട്ടർ വെച്ചിട്ടാണ് ചെയ്യുക. ഒരുമാതിരിപ്പെട്ട വിൻറ്റേജ് വെഹിക്കിൾസിനൊന്നും അലോയ്സ് കറക്റ്റ് OE അല്ലാത്തൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ PCD കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള PCDയിൽ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്തും ബ്ലാക്ക് ആയിട്ട് മാച്ചിങ് ആയിട്ട് നമ്മളൊരു ഗൺ മെറ്റൽ ഫിനിഷിലുള്ള ഒരു അലോയ്സാണ് ഇൻസെർട്ട് ചെയ്തിട്ടുള്ളത്. ദിസ് 16 ഇഞ്ച് വീൽസ്. എക്സ്റ്റീരിയറിൽ ഏറ്റവും വലിയ ചേഞ്ച് ചെയ്തൊരു കംപ്ലീറ്റ്ലി വൈറ്റ് വെഹിക്കിളായിരുന്നു. നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കി, മാത്രമല്ല ഇത് സെറാമിക് കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ലൈറ്റ്സ് നമ്മൾ LED ആക്കിയിട്ടുണ്ട്. ഫോഗ് ലൈറ്റ്സ് DRL വിത്ത് ഇൻഡിക്കേറ്റർ ഉള്ള ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ എലമെൻറ്റ്സ് ഇത് 1960s മോഡൽസിലുള്ള അംബാസഡറിൻ്റെ സെയിം മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ള എലമെൻറ്റ്സ് 1960siലാണെന്നുണ്ടെങ്കിലും വെഹിക്കിൾ 2008 പെട്രോളാണ്. പിന്നെ റൂഫ് ബോക്സും കസ്റ്റമറിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അത് നമ്മൾ കസ്റ്റം ക്രോസ് ബാർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മിററും ഇതിൻ്റെ കൂടെ വരുന്നതല്ല, ഇതും നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. എക്സ്റ്റീരിയറിൽ പറയേണ്ട ഏകദേശം മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സെറാമിക്കിൻ്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നോക്കിയാൽ മതി. ഈ വിൻറ്റേജ് വെഹിക്കിൾസൊക്കെ സെറാമിക് ചെയ്യലും പെയിൻറ്റ് ചെയ്യലൊക്കെ ശരിക്കും ഇറ്റ്സ് നല്ല എഫേർട്ടുള്ളൊരു കാര്യം. മാത്രമല്ല കുറച്ച് സ്കിൽഡ് വർക്കും കൂടി വേണം. ജസ്റ്റ് യു ക്യാൻ സീ ദ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോകാം. അപ്പോൾ ഈ സീറ്റിൽ വരുന്ന പാഡിങ്ങും ഇത് കസ്റ്റമറിൻ്റെ സൈസിൽ നമ്മൾ നോർമലി എല്ലാ വീഡിയോയിലും വരുന്നതാണ്. ഇതൊരു കസ്റ്റം സ്റ്റിച്ചിങ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പാഡിങ്ങും അതുപോലെ തന്നെ കസ്റ്റം പാഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ സൈസ് എത്രയാണോ അല്ലെങ്കിൽ അയാളുടെ വിങ്സ് എത്രയാണോ വരുന്നത് ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇൻറ്റീരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലെതർ സ്റ്റിച്ചിങ് ആണ്. ഈ സ്റ്റിയറിംഗ് വീലിൽ നമ്മളൊരു കസ്റ്റം ലെതർ സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുമ്പോഴും അത് നല്ല രീതിയിൽ ആ ഒരു കൺവീനിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇന്ത്യയിലുള്ള ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായത് ഒരു ഫുൾ മോഡേൺ ഡിസൈനാണ്. ഇത് ആക്ച്വലി ഫോർഡിൻ്റെ ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസും വർക്ക് ചെയ്യും, AC വെൻറ്റിലേഷൻ ഉൾപ്പെടെ. പിന്നെ ഇതിനകത്ത് നമ്മളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ടച്ചാണ്. ഇതിൽ തന്നെ നമ്മൾ 360 ഡിഗ്രി ക്യാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോം സ്ക്രീൻ വരുന്നത്. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ 360 ഡിഗ്രി കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ 360 ഇതാണ് ടോപ്പ് വ്യൂ, ഇത് ബാക്ക് ക്യാമറയാണ്. ഇതിൽ 3Dയിലോട്ട് പോയി കഴിഞ്ഞാൽ 360 ആയിട്ടുള്ള വ്യൂ കാണാനായിട്ട് പറ്റും. ഈ വെഹിക്കിൾ ഇതിനകത്ത് ഡെമോ പർപ്പസിൽ വന്നിട്ടുള്ള വെഹിക്കിളാണ്. അതാണ് ഈ ഡിസൈനിലുള്ള. ആൻഡ് ഇതിനകത്തുള്ള പിന്നെ മൾട്ടിപ്പിൾ നമുക്ക് ക്യാമറ ആംഗിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു ഇപ്പോഴത്തെ മോഡേൺ കാറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സെയിം എലമെൻറ്റ്സ് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ കസ്റ്റമൈസേഷനിൽ വരുന്ന പ്രത്യേകത. ഇതിൻ്റെ മേളിൽ വന്നിട്ടുള്ള 2 ബട്ടൺ സീറ്റ് വെൻറ്റിലേഷൻ്റെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 3 മോഡുള്ള സീറ്റ് വെൻറ്റിലേഷൻ ബട്ടൺസ് ഉണ്ട്. പക്ഷേ വെൻറ്റിലേഷൻ കണക്ട് ചെയ്തിട്ടുള്ളത് റിയർ സൈഡിലാണ്. അതും കസ്റ്റമർ കൂടുതലിരിക്കുന്ന ബാക്ക് സൈഡിലായതുകൊണ്ട് പുള്ളിക്ക് ബാക്കിൽ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സീറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെതർ മെറ്റീരിയലിൽ നമ്മൾ ഹോളുള്ള മെറ്റീരിയലുള്ള ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ.
പിന്നെ ഇൻറ്റീരിയറിൽ റൂഫ് ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻറ്റയർ മ്യൂസിക് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അണ്ടർ സീറ്റ് സബ് വൂഫർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റൂഫ് കൂടാതെ ഫ്ലോറും നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സൗണ്ട് ഡാമ്പിങ് കൂടി ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുറത്ത് നമ്മളിപ്പോൾ റെയിനിൽ കൂടെ ഓടിച്ചാലും അല്ലെങ്കിൽ നോയിസ് കണ്ടീഷനിൽ ഓടിച്ചാലും അകത്തേക്കുള്ള വരുന്ന സൗണ്ടുകൾ ഏകദേശം എല്ലാം ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ കളറും നമ്മൾ സെയിം ഒരു ബ്ലാക്ക് മെറ്റീരിയലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിൻറ്റേജ് വെഹിക്കിളിന് ഇങ്ങനത്തെ കൺവേർട്ട് ചെയ്തിട്ട് ഡെയിലി റൂട്ടീനിലോ അല്ലെങ്കിൽ ഒരു മടുക്കാത്ത രീതിയിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ കൊണ്ടു നടക്കാനായിട്ടുള്ള ഈ ചേഞ്ച് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓട്ടോ സ്റ്ററക്കിൻ്റെ മറ്റൊരു വീഡിയോയിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.